രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പരാതിക്കാരുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ നേരിട്ട് രേഖപ്പെടുത്താൻ ആലോചന. വിദേശത്തുള്ള യുവതിയെ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ച ശേഷമാകും വീഡിയോ കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. അനുമതി തേടി SIT കോടതിയെ സമീപിക്കും. CK അഭിലാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിലാൽ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം നടക്കുകയാണ്. ഇതിൽ തെളിവുറപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ അതിജീവിതയുടെ മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള നീക്കം, പ്രത്യേകിച്ച് ഇതിൽ വേണ്ടത് ഈ എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളും ഇടപെടലുമൊക്കെയാണ്. അതിൽ ഇനിയുള്ള കാര്യങ്ങൾ അതെപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തൽ സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? പരാതിക്കാരിയെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. എന്നാൽ അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തു നിന്നും നാട്ടിലേക്ക് വേഗത്തിലെത്തുക അസാധ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് മറ്റൊരു വഴി കണ്ടെത്താൻ വേണ്ടി SIT ആലോചിക്കുന്നത്. അതായത് അവർ ഉള്ള വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ആശയവിനിമയം SIT സംഘം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അവരെ എംബസിയിൽ എത്തിച്ച ശേഷം വീഡിയോ കോൺഫറൻസിംഗ് മുഖേന മൊഴി രഹസ്യമായി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണുള്ളത്. ഇതിനായി പ്രത്യേക ഇളവ് കോടതിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതിനായി ഹർജി സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജി സമർപ്പിച്ച് കേസിന്റെ ഗൗരവവും അതോടൊപ്പം തന്നെ പരാതിക്കാരിക്ക് വേഗത്തിൽ നാട്ടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യവും കോടതിയെ ബോധ്യപ്പെടുത്തി അനുകൂല വിധി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലാണ് അന്വേഷണ സംഘം. അതുപോലെ ഇതുവരെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ഉയർത്തിയ ചില സംശയങ്ങൾ ഇതായിരുന്നു. കാരണം ശരിയായ രീതിയിലല്ല ഈ മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകനൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ ഒക്കെ ഈ സംശയ നിവാരണം, കൂടുതൽ ദൃഢമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തൽ, നേരിട്ടുള്ള കാര്യങ്ങൾ കൂടി കോടതിയിലേക്ക്, നമുക്കറിയാമല്ലോ ഈ 164 ഒക്കെ രേഖപ്പെടുത്തുന്ന പോലെ അതുപോലെ കോടതിക്ക് കുറച്ചുകൂടി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന നിലയിലേക്ക് ഇത് എത്തും. പ്രതിഭാഗം ഉയർത്തിയ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് എന്നുള്ളത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വീഡിയോ കോൺഫറൻസിംഗ് ആണ്. അത്തരത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് നിയമതടസ്സമില്ല. പക്ഷേ അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരി നേരിട്ട് ഹാജരായി മൊഴി വായിച്ചു കേട്ടു എന്ന് സൈൻ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറ്റൊന്ന്, പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കുക, അതുമായി ബന്ധപ്പെട്ട രേഖകളോ ഈ കേസിന് ആധികാരികമായി വരേണ്ടതാണ്, അത് ഉണ്ടായിട്ടില്ല. എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങളാണ് പ്രധാനമായി ഉയർന്നു വന്നത്. ഇത് വിചാരണ വേളയിൽ തിരിച്ചടിയാകുമെന്നുള്ള സൂചനകളെ തുടർന്നാണ് പരാതിക്കാരിയെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ അവർക്ക് അതിന് സാധ്യമല്ല എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് പുതിയ വഴി തേടാൻ വേണ്ടി അന്വേഷണ സംഘം ആലോചിക്കുകയും അതിനായി കോടതിയുടെ തന്നെ പ്രത്യേക അനുമതി നേടിയാൽ അതിന് നിയമപരമായ സാധ്യത ഭാവിയിൽ ഏറെയാണ് എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇതുമായി ഇളവ് തേടിക്കൊണ്ട് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ SIT തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, പരാതിക്കാരിയുടെ സിഗ്നേച്ചർ ഈ മൊഴിയുടെ അവസാന ഘട്ടത്തിൽ ഇല്ല എന്നുള്ള വിഷയം പരിഹരിക്കുന്നതിനായി അന്ന് തന്നെ ഈ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന അനുകൂലമായി അന്വേഷണ സംഘം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, രാഹുലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 2 കോഡുകളുമായി ബന്ധപ്പെട്ട് തുറന്ന പരിശോധനയിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും രാഹുൽ CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. SIT നിർണായക ചുവടുവയ്പ്പിലേക്ക് പോവുകയാണ്. 3ാമത്തെ പരാതിയിൽ അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി കോടതിക്ക് മുൻപാകെ നേരിട്ട് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് ഉള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇതിൽ എംബസി വഴിയുള്ള അനുമതിയടക്കം തേടിക്കൊണ്ടായിരിക്കും ഈ നിർണായക നീക്കം പൂർത്തീകരിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്.